കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് പിന്തുണയുമായി സിപിഎം നേതാവും മുൻ എംഎൽഎയുമായ കെ ലതിക. സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പറയാതിരിക്കാൻ റിബേഷിന് കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് കെ ലതികയുടെ വാദം. റിബേഷിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിരുന്നു. പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം റെഡ് എൻകൗണ്ടർ എന്ന ഇടത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ചത്. റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നാണ് റെഡ് ബറ്റാലിയൻ, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ മറ്റ് സിപിഎം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾക്കും കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത്. റെഡ് ബറ്റാലിയൻ, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയും ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പങ്കുവച്ചവരെയും ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ കാര്യം വ്യക്തമായത്. എന്നാൽ എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് പറയാൻ റിബേഷ് രാമകൃഷ്ണൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനാണ് അതിന് വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കെ ലതിക ന്യായം കണ്ടെത്തുന്നത്. റിബേഷിനെന്നല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല. എന്നോട് ഞാനിടുന്ന മടിയെന്ന് ചോദിച്ചാൽ അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അയാൾ പറയാത്ത എന്തുകൊണ്ടാണ്? അതിനൊക്കെ കാരണം ഉണ്ടാവൂലേ? അത് വരട്ടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭക്കകത്ത് പറഞ്ഞതിലപ്പുറവും അല്ലെങ്കിൽ കേരളത്തിലെ സിപിഎമ്മിന്റെ സെക്രട്ടറി പറഞ്ഞതിലപ്പുറവും ഒന്നും എനിക്ക് പറയാനില്ല. റിബേഷിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐയും രംഗത്തുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് രാമകൃഷ്ണനാണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് പറയാൻ റിബേഷിന് ബാധ്യതയില്ലേ എന്ന ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ സിപിഎമ്മോ ഡിവൈഎഫ്ഐയോ തയ്യാറാകുന്നില്ല. ജനം, കോഴിക്കോട്.